ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അരമണിക്കൂർ കൊണ്ട് ഒരു കുക്കർ മാത്രം ഉപയോഗിച്ച് ചിക്കൻ ബിരിയാണി റെഡിയാക്കിയാലോ? അതും കിടിലൻ ടേസ്റ്റിൽ ദം ചെയ്ത ബിരിയാണി കൂടിയായാലോ? അധികം പാത്രങ്ങളൊന്നും കഴുകാൻ നിൽക്കാതെ ഒരു കുക്കർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ബിരിയാണി പീസാക്കി എടുത്തത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 6 സവാള, 5 തക്കാളി, 12 പച്ചമുളക്, ഇതുപോലുള്ള 2 പീസ് ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി. ഇതിൽ നിന്ന് 3 സവാളയും കുറച്ച് കറിവേപ്പിലയും കാഷ്യൂവും കിസ്മിസും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 സവാള സ്ലൈസായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ബേ ലീഫും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ഗ്രാമ്പുവും 2 പട്ടയും 4 ഏലക്കായ ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി 5 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസുകളിലൊക്കെ വരഞ്ഞിട്ട് കൊടുത്താൽ മസാലകളൊക്കെ നന്നായി പിടിച്ച് കിട്ടും. ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് മസാലയിലേക്ക് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം 1 തുള്ളി പോലും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് 1 വിസിലിൽ വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നപ്പാട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രം തുറന്നെടുക്കാം. 1 വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി ഒന്ന് തുറക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കും. ചിക്കൻ്റെയും സവാളയുടെയും ഒക്കെ വെള്ളം ഇറങ്ങി വന്നതാണ്. അതൊക്കെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. മസാല റെഡിയായി വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതേ കുക്കർ തന്നെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1/4 കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള സ്ലൈസായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 kg ജീരകശാല റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി റൈസ് ഇട്ട് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടിയാൽ മതി. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. റൈസിൻ്റെ മേലയിൽ വരുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അധികമൊന്നും ഒഴിക്കണ്ട. കുക്കറിലായതുകൊണ്ട് റൈസിൻ്റെ മേലെ വരുന്ന വിധത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് 1 വിസിൽ മാത്രം മതി. ഇനി തണുത്തതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. റൈസ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല റൈസാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുക. റൈസ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് റൈസും റെഡിയായി കിട്ടി. പകുതി റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതേ കുക്കറിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാനായിട്ടും ഇട്ട് കൊടുക്കുന്നത്. പകുതി റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാല ഇട്ട് റൈസിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെയും കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും ചേർത്ത് കൊടുക്കും. മസാലയുടെ മേലെ പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന സവാളയും ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലയും ചേർത്ത് ദം ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ചെറിയ സിമ്മിൽ 5 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. സ്പൈസസിൻ്റെ പൗഡർ കുറച്ച് മേലയിൽ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് മൂടി വെച്ച് ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളി റൈസാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കൊണ്ടുണ്ടാക്കിയ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം.